വില്യം ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ ഭാഗം 2. തൻ്റെ കാര്യസ്ഥനായ ഓസ്വാൾഡിനെ ലിയർ രാജാവ് അദ്ദേഹത്തിൻ്റെ വിദൂഷകനെ ശകാരിച്ചതിൻ്റെ പേരിൽ തല്ലിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലതും. ഇനി മുതൽ രാജാവിനോടും അകമ്പടിക്കാരായ 100 സേനാനികളോടും അവഗണന മതി എന്ന് ഓസ്വാൾഡിന് നിർദ്ദേശം കൊടുത്തു. ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ താനും ചിലത് പറയും. അപ്പോൾ രാജാവ് റീഗന്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളും. നാടുകടത്താൻ ശിക്ഷിക്കപ്പെട്ട കെന്റ് പ്രഭു ഇതിനിടയിൽ വേഷപ്രച്ഛന്നനായി ആൽബനിയിലെ കോട്ടയിലെത്തി. തൻ്റെ പ്രിയ രാജാവിനെ വിട്ടുപോകാൻ പ്രഭുവിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തെ സേവിക്കണം, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കണം. ലിയർ രാജാവിന് പ്രഭുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും അയാളുടെ വാക്കുകളിൽ മതിപ്പ് തോന്നി. താൽക്കാലികമായി തൻ്റെ സേവകനാക്കി. ലിയർ രാജാവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അത് കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഓസ്വാൾഡ് ഒന്ന് തല കാണിച്ചിട്ട് പോയി. രാജാവ് വിളിച്ചിട്ടും വരാൻ കഴിയില്ല എന്നാണ് അയാൾ പറഞ്ഞയച്ചത്. ഗോണറിലിന് നല്ല സുഖമില്ല എന്ന വാർത്ത അറിയിക്കാൻ ഒരു പ്രഭുവിനെ അയാൾ ചുമതലപ്പെടുത്തി. പരിചാരകരിലും ഓസ്വാൾഡിലും എന്തിന് അദ്ദേഹത്തിൻ്റെ മകളിൽ പോലും രാജാവിനോടുള്ള അവഗണന കെന്റ് പ്രഭു തിരിച്ചറിഞ്ഞു. രാജാവിനും അത്തരത്തിൽ ചിലത് തോന്നി തുടങ്ങി. അവിടെ കടന്നു വന്ന ഓസ്വാൾഡിനെ രാജാവ് ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും സഹിക്കാൻ ഓസ്വാൾഡ് തയ്യാറായിരുന്നില്ല. ഓസ്വാൾഡിനോട് ദേഷ്യപ്പെട്ട് കെന്റ് അയാളെ അവിടെ നിന്നും പറഞ്ഞയച്ചു. ലിയർ രാജാവിന് കെന്റിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെട്ടു. അയാളെ തൻ്റെ സേവകനായി അംഗീകരിക്കുകയും ചെയ്തു. അവിടേക്ക് കടന്നു വന്ന ഗോണറിൽ രാജാവിൻ്റെ പരിചാരകരും അകമ്പടിക്കാരായ രക്ഷാഭടന്മാരും അവളുടെ വസതിയുടെ സ്വസ്ഥത നശിപ്പിക്കുന്നുവെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാജാവിനോട് തുറന്നു പറഞ്ഞു. രാജാവ് അകമ്പടിക്കാരുടെ എണ്ണം പകുതിയായി കുറയ്ക്കണം. അവർ തൻ്റെ പരിചാരകരോട് മാന്യമായി പെരുമാറണം. അവളുടെ സ്വരം വളരെ കടുത്തതായിരുന്നു. തൻ്റെ മകളുടെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയുകയായിരുന്നു ലിയർ രാജാവ്. താനിപ്പോൾ രാജാവിൻ്റെ ഒരു നിഴൽ മാത്രമായിരിക്കുന്നു. കോർഡലിയയോട് ചെയ്ത അപരാധം ലിയർ രാജാവ് മനസ്സിലാക്കുകയായിരുന്നു. അവൾ എന്തു തെറ്റാണ് ചെയ്തത്? ഇപ്പോൾ ഗോണറിൽ പറയുന്ന വാക്കുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊരു തെറ്റാണോ? ഇവൾ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തവളാകട്ടെ. അഥവാ ഒരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ അത് അവളെ നിത്യദുഃഖത്തിലാഴ്ത്താൻ തക്കവിധം വികൃതരൂപിയും വിചിത്ര സ്വഭാവിയുമാകട്ടെ. രണ്ടാമത്തെ മകൾ റീഗൻ തന്നെ ആശ്വസിപ്പിക്കുമെന്നും പരിചരിക്കുമെന്നുമുള്ള വിശ്വാസത്തോടെ ലിയർ രാജാവ് അനുചരന്മാർക്കൊപ്പം അങ്ങോട്ട് യാത്ര തിരിച്ചു. രാജാവ് അവിടെ എത്തുന്നതിന് മുമ്പ് താൻ മുന്നോട്ട് വച്ച വ്യവസ്ഥകളെല്ലാം സഹോദരിയെ അറിയിക്കാൻ ഗോണറിൽ ഓസ്വാൾഡിനെ നിയോഗിച്ചു. പിതാവിൻ്റെ പിടിവാശികളൊന്നും അംഗീകരിക്കരുത് എന്ന് ഓസ്വാൾഡ് കൊണ്ടുപോയ കത്തിൽ അവൾ എഴുതിയിരുന്നു. താൻ റീഗന്റെ വസതിയിലേക്ക് എത്തുകയാണ് എന്ന് മുൻകൂട്ടി അറിയിക്കാൻ ലിയർ രാജാവ് കെന്റിനെ പറഞ്ഞയച്ചു. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഗോണറിലിൻ്റെ ദൂതനായ ഓസ്വാൾഡും രാജാവിൻ്റെ ദൂതൻ കെന്റും ഒരേ സമയത്താണ് ഗ്ലൗസെസ്റ്ററിലെ കൊട്ടാരത്തിലെത്തിയത്. റീഗനും ഭർത്താവും അപ്പോൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഓസ്വാൾഡിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയാമായിരുന്ന കെന്റ് അയാളെ അധിക്ഷേപങ്ങൾ കൊണ്ട് മൂടി. ഓസ്വാൾഡിന് കെന്റിനെ മനസ്സിലായതുമില്ല. ലിയർ രാജാവിനെതിരായ കത്തുകളുമായി വന്ന ഓസ്വാൾഡിനോട് തിരിച്ചു പോകാൻ കെന്റ് ആവശ്യപ്പെട്ടു. അയാൾക്ക് നേരെ വാളൂരി. ഭയന്നുപോയ ഓസ്വാൾഡ് ഉറക്കെ നിലവിളിച്ചു. കെന്റ് അയാളെ തല്ലി. ഓസ്വാൾഡ് സഹായിക്കണേ എന്ന് കരഞ്ഞു വിളിച്ചു. ഈ രംഗത്തേക്കാണ് കോൺവാൾ, റീഗൻ, ഗ്ലൗസെസ്റ്റർ എന്നിവരെത്തിയത്. ഇരുവരെയും റീഗൻ തിരിച്ചറിഞ്ഞു. കെന്റിൻ്റെ ധിക്കാരം പൊറുക്കാനാവാത്തതാണ് എന്ന് കോൺവാൾ പറഞ്ഞു. ഓസ്വാൾഡിനെ മർദ്ദിച്ച കുറ്റത്തിന് അയാൾക്ക് ശിക്ഷ വിധിച്ചു. അന്ന് ഉച്ചവരെ ദണ്ഡചക്രത്തിലിടാനായിരുന്നു വിധി. അതായത് കാലുകൾ അനക്കാൻ കഴിയാത്ത വിധത്തിൽ ദണ്ഡചക്രത്തിൽ ഉറപ്പിച്ചു നിൽക്കണം. ലിയർ രാജാവിൻ്റെ ദൂതനായിരുന്നിട്ടും കെന്റിന് ആ ശിക്ഷ നൽകാൻ റീഗന് ഒരു മടിയും ഉണ്ടായില്ല. അങ്ങനെ തൻ്റെ ദൂതൻ തികച്ചും അപമാനിതനായി ദണ്ഡചക്രത്തിൽ കാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ലിയർ രാജാവ് എത്തിച്ചേർന്നത്. തൻ്റെ മകളും മരുമകനും
ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു എന്ന കാരണം പറഞ്ഞ് റീഗനും ഭർത്താവും രാജാവിനെ കാണാനെത്തിയില്ല. ഗ്ലൗസസ്റ്ററാണ് ഈ വിവരം രാജാവിനെ അറിയിച്ചതുപോലും. ലിയർ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. കെന്റിനെ ഉടനെ തന്നെ ദണ്ഡചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഡ്യൂക്കും ഭാര്യയും അപ്പോൾ തന്നെ മുഖം കാണിക്കാനും അദ്ദേഹം ആജ്ഞാപിച്ചു. ഗ്ലൗസസ്റ്റർ പ്രഭു കോൺവാളിനെയും റീഗനെയും കൂട്ടിക്കൊണ്ടുവന്നു. കെന്റിനെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു. ഗോണറിൽ തൻ്റെ ഹൃദയത്തിനേൽപ്പിച്ച ആഘാതത്തെക്കുറിച്ച് ലിയർ വികാരധീനനായി റീഗനോട് വിവരിച്ചു. പക്ഷേ റീഗൻ അത് നിസാരവത്കരിച്ചു. എന്ന് മാത്രമല്ല, ഗോണറിൽ ചെയ്തത് ശരിയായ കാര്യമാണെന്നും വാർദ്ധക്യം തളർത്തിയ ചിന്താശേഷി കൊണ്ട് രാജാവ് കാര്യങ്ങൾ തെറ്റായാണ് കാണുന്നതെന്നും പറഞ്ഞു. അദ്ദേഹം സഹോദരിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി അവളോട് മാപ്പപേക്ഷിക്കണമെന്നും റീഗൻ ഉപദേശിച്ചു. തൻ്റെ അനുചരന്മാരുടെ എണ്ണം പകുതിയായി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട ക്രൂരമായ നോട്ടങ്ങൾ കൊണ്ടും വാക്കുകൊണ്ടും ഒരു സർപ്പത്തെപ്പോലെ തൻ്റെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിച്ച ഗോണറിലിൻ്റെ സമീപത്തേക്ക് പോകുന്ന പ്രശ്നമേയില്ല. എല്ലാ ശാപങ്ങളും അവളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. പക്ഷേ അപ്പോഴും റീഗൻ തന്നെ സ്വീകരിക്കുമെന്നും ബഹുമാനിക്കുമെന്നും രാജാവ് കരുതി. രാജ്യത്തിൻ്റെ പകുതി അവൾക്ക് നൽകിയതാണല്ലോ. സ്ഥിതിഗതികൾ നേരിട്ടറിയാൻ ഈ സമയം ഗോണറിൽ അവിടെ എത്തി. റീഗൻ സഹോദരിയെ കരം പിടിച്ച് ഊഷ്മളമായി സ്വീകരിച്ചു. ആ കാഴ്ച ലിയർ രാജാവിന് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. മാസത്തിൻ്റെ അവസാനം വരെ ഗോണറിലിനോടൊപ്പമാണല്ലോ രാജാവ് താമസിക്കേണ്ടത്. അതാണല്ലോ വ്യവസ്ഥ. അതുകൊണ്ട് സഹോദരി ആവശ്യപ്പെടുന്നത് പോലെ അകമ്പടിക്കാരുടെ എണ്ണം പകുതിയായി കുറച്ച് ഗോണറിലിനോടൊപ്പം പോകുകയാണ് പിതാവ് ചെയ്യേണ്ടത് എന്ന് റീഗൻ പറഞ്ഞു. അതുമല്ല, താനിപ്പോൾ വസതിയിലല്ല, ഇവിടെയാണല്ലോ ഉള്ളത്. ഗോണറിലിൻ്റെ സമീപത്തേക്ക് പോകുന്നതിനും ഭേദം വീടെന്ന സുരക്ഷ തന്നെ വേണ്ടെന്ന് വെക്കുന്നതല്ലേ. അല്ലെങ്കിൽ തൻ്റെ ഇളയ മകളെ കൊണ്ടുപോയ ഫ്രാൻസിലെ രാജാവിൻ്റെ കാൽ വണങ്ങി ഒരു സേവകനായി ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടാം. അതുമല്ലെങ്കിൽ ഒരു കുതിരവണ്ടിക്കാരനാകാം. എന്നാലും അവളോടൊപ്പം കഴിയാൻ വയ്യ. 100 പരിചാരകന്മാരോടൊപ്പം റീഗൻ്റെ വസതിയിൽ പാർക്കാം. ഇനി താൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. കുറച്ചു കാലത്തേക്ക് തനിക്ക് അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ കഴിയില്ല എന്ന് റീഗൻ പറഞ്ഞു. പിതാവ് പറഞ്ഞ അപമാനകരമായ വാക്കുകളൊന്നും തൻ്റെ സഹോദരി കാര്യമാക്കുകയില്ല. അതൊക്കെ ഒരു കിഴവൻ്റെ വിഡ്ഢിത്തങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്കുണ്ട്. അതുകൊണ്ട് അവളോടൊപ്പം പോവുക. പിന്നെ എന്തിനാണ് ഇത്രയും അകമ്പടിക്കാർ? തന്നോടൊപ്പം താമസിക്കാൻ വരുമ്പോൾ 25 അകമ്പടിക്കാരിൽ കൂടുതൽ പാടില്ല. ഇതിലും ഭേദം ഗോണറിൽ തന്നെ. അവൾ 50 പേരെ അനുവദിച്ചല്ലോ. അവളോടൊപ്പം പോകാമെന്നായി രാജാവ്. അല്ല, എന്തിനാണ് രാജാവിന് 25 അനുചരന്മാർ? 10 അല്ലെങ്കിൽ 5 ആളുകൾ പോരെ? അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ പാലിക്കാൻ ആവശ്യത്തിനുള്ള പരിചാരകർ തൻ്റെ കൊട്ടാരത്തിലുണ്ടല്ലോ എന്നായി ഗോണറിൽ. എന്തിനാണ് രാജാവിനൊരു പരിചാരകൻ എന്നായിരുന്നു റീഗൻ്റെ ചോദ്യം. ലിയർ രാജാവിൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹത്തിൻ്റെ മാനാഭിമാനങ്ങളെല്ലാം നിലം പരിചായി. ഒരു മനുഷ്യന് ആവശ്യമുള്ളവ മാത്രമേ വേണ്ടതുള്ളൂ. ഏറ്റവും ദരിദ്രനായ ഒരു ഭിക്ഷക്കാരന് പോലും അയാൾക്ക് അത്യാവശ്യം വേണ്ടതല്ലാതെ എന്തെങ്കിലും ഒന്ന് കൂടുതലായി ഉണ്ടാവുകയില്ലേ? പ്രകൃതിയിലും അങ്ങനെ തന്നെയല്ലേ? നാം വസ്ത്രം ധരിക്കുന്നത് ചൂട് ലഭിക്കാൻ മാത്രമാണോ? തനിക്കതിന് കഴിവില്ല എന്നറിയാമായിരുന്നിട്ടും തന്നെ ദ്രോഹിച്ച മക്കൾക്കെതിരെ പ്രതികാരം ചെയ്യും എന്ന് ലിയർ ആക്രോശിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന പോലെ പുറത്തും കഠിനമായ കൊടുങ്കാറ്റുയരുന്നുണ്ടായിരുന്നു. ലിയർ രാജാവ് പുറത്തേക്കോടി. ഭ്രാന്തമായ മനസ്സുമായി കൊടുങ്കാറ്റിലേക്ക് ഓടിയിറങ്ങിയ രാജാവിനെ അന്വേഷിച്ച് ഒരു കുറ്റിക്കാട്ടിലൂടെ അലഞ്ഞു നടക്കുകയാണ് കെന്റ്. അവിടെ വെച്ച് രാജാവിൻ്റെ പരിചാരകരിൽ ഒരാളെ കണ്ടുമുട്ടി. രാജാവ് പ്രകൃതിയുടെ ഭീകരതയുമായി മല്ലുടുകയാണെന്നും കൂടെ വിശ്വസ്തനായ വിദൂഷകൻ മാത്രമേയുള്ളൂവെന്നും അയാൾ കെന്റിനെ അറിയിച്ചു. വിദൂഷകൻ അപ്പോഴും രാജാവിനെ സന്തോഷിപ്പിക്കാൻ തക്ക ഫലിതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണത്രേ.